എനിക്ക് 23 ആയിട്ടുള്ളൂ. പലരും 24 പറയുന്നുണ്ട്, 26, 25. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു 20,000 രൂപ കിട്ടുന്നത്, നാളെ നമുക്ക് 40,000 രൂപ ട്രേഡ് കഴിഞ്ഞാലും 40,000 ചെലവാകും. ഞങ്ങളുടെ ഫ്രണ്ട് റോഷൻ, അവൻ ഓസ്ട്രേലിയയിൽ പോയപ്പോ അവന്റെ ആദ്യത്തെ ഒരു മാസത്തെ സെഷൻസിൽ ഒരു ഡേറ്റിംഗ് പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവിടെ നമ്മള് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് റിസർച്ച് ഓറിയന്റഡ് ലൈഫാണ്. ഞാൻ ഇട്ട ദിവസം തൊട്ട് ഇങ്ങനെ താടോട്ട് പോവാൻ തുടങ്ങിയതാ. ഈ അന്തസ്സുള്ള ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ. ഞാൻ പറയുന്നില്ല, ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി ഷോ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു 2-3-4 months ആയിട്ട് ആ ഒരു ട്രെൻഡ് കമ്മിങ് ബാക്ക്. അതൊക്കെ നമുക്ക് ഒരു ഫിംഗർ ടിപ്പിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളാണ്. 2x ഞെക്കി പിടിച്ച് കണ്ടു തീർക്കാൻ പറ്റില്ല. റീലൊക്കെ ഇങ്ങനെ മുള്ളടിച്ചിട്ട്. ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ ചുമ്മാ ഒരു പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ എൻട്രിക്, ഞാൻ അലോഷ്യസ്. അപ്പൊ നമ്മൾ ഒരുപാട് നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ അത്ര മികച്ച പ്രതികരണം ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സെറ്റപ്പ് കുറച്ച് മാറ്റി. നമ്മൾ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്, ചായ. സംശയമൊന്നുമില്ലല്ലോ ആർക്കും. ഞാൻ ഇവിടെ ഇതുമായി സാമ്യമുള്ള ഒരാളുടെ ഫോട്ടോ ഇവിടെ കഴിക്കും. ഇനി ആൾക്ക് നമ്മൾ രക്ഷിക്കാൻ പറ്റും. അതെ, അലൂഷി പുതിയ സ്ട്രാറ്റജീസ് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. മൊത്തത്തില് ലുക്ക് അങ്ങ് മാറ്റി. ലുക്ക് ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. ലക്ഷറി ലുക്കായി മൊത്തം സെറ്റപ്പ് നമ്മൾ മാറ്റിയായിരുന്നു. നിന്നത്ര ശരിയായിട്ട് തോന്നുന്നില്ല. ഞാൻ ഇനി ഇതിലാണ് ഇതിന്റെ ഭാഗ്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു ജെൻസി ക്രൗഡിലേക്ക് നമ്മൾ ഇറങ്ങി തിരിക്കേണ്ടിയിരിക്കും. നമ്മൾ ഇച്ചിരി തിരക്കൊക്കെ ആയി പോയി. പിന്നെ അലൂഷി ഒരുപാട് ട്രിപ്പൊക്കെ പോയി. ഒരുപാടല്ല, ഗോവ വരുന്നു ജസ്റ്റ് ഒന്ന് പോയി വന്നത്. അലൂഷിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഗോവയുടെ. ഒരുപാടൊന്നും പറയാനില്ല, ലൈക്ക് ഇറ്റ് വാസ് ഗുഡ്. നമ്മള് കുറെ എൻജോയ് ചെയ്ത് കുറെ സ്ഥലങ്ങളിലൊക്കെ പോയി. അതിന് ഡേറ്റിനൊക്കെ പോയി കൊള്ളായിരുന്നു. 1-2 ഡേറ്റില് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ 2 ഡേറ്റിൽ പോയി വന്നു. കിട്ടി പോവോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്, സഹോദരൻ സേഫ് അല്ലേ, ജീവനുണ്ടോ, നമുക്ക് അറിയാൻ വയ്യ. ഗൈസ്, നിങ്ങൾ ഗോവയിലൊക്കെ ഡേറ്റിനൊക്കെ പോവാണെങ്കിൽ സൂക്ഷിക്കുക. ലൈക്ക് ലൈക്ക് ലൈവ് ലൊക്കേഷൻ ഒക്കെ ഷെയർ ചെയ്ത് വയ്ക്കുക. ഞാൻ മറ്റേ ഫോൺ നമ്പർ ഒക്കെ എഴുതി വെച്ച് പോപ്പിൽ വെച്ചിട്ടാണ് പോയത്. ചത്തു എന്നെ പോലെ അത്ര സെറ്റ് അല്ലെങ്കിൽ ചത്തു പോയിരിക്കും ഉറപ്പാണ്. എന്നൊരു മാർക്കറ്റിംഗ് കൊണ്ടുപോയിരുന്നു. മാർക്കറ്റിംഗ് കൊണ്ടുപോയിട്ട് അപ്പൊ ഇങ്ങനെ ഒരു ചങ്ങായി ചേട്ടന് കൈ കാണിച്ചു. ഒരു ചേട്ടൻ പെട്ടെന്ന് കൈ കാണിച്ചു. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എന്താ ഭാഗ്യത്തിന് അത് വേറെന്തോ സെറ്റപ്പ് ആയിരുന്നു. ഒന്നും പറ്റിയില്ല, ഒന്നില്ല. പിന്നെ ഫിഫ സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് ഏതാണ് ടീം, എങ്ങനെയാ വരുന്നത്? ഞാനിപ്പോ പോർച്ചുഗലാണ്. പോർച്ചുഗൽ പോയാ അല്ല, റൊണാൾഡോ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നോണ്ട് ഞാൻ പോർച്ചുഗലാണ്. ആളിന് നിർത്തി. റൊണാൾഡോ ഫാനാണോ? ഞാൻ ബ്രസീലാണ്. നമ്മൾ പണ്ട് തൊട്ടേ ബ്രസീൽ. അതന്നെ, മഞ്ഞയുടെ ആളാണല്ലോ. യെസ്, കൺട്രിയോടുള്ളത്. പിന്നെ ആ ജേഴ്സി അടിപൊളിയാണ്. പോർച്ചുഗലിന്റെ ജേഴ്സിക്ക് എന്താണ് കുഴപ്പം? ഗൈസ്, പോർച്ചുഗൽ ഫാൻസ് എല്ലാവരും തന്തയ്ക്ക് വിളിക്കും. അതാണ് എന്റെ ഒരു പ്രാക്ടീസ് ടൈം. നമ്മൾ ഫിഫ ഫീവർ, ഫുട്ബോൾ ഫീവർ എന്ന് പറയുമ്പോൾ ബ്രസീലാണ് അതിന്റെ ഒരു ഹരം എന്ന് പറയുന്നത്. പോർച്ചുഗൽ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും പേഴ്സണൽ കാര്യങ്ങളാണ്, നമ്മൾ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണ് ഇന്നത്തെ ടോപ്പിക്? എങ്ങനെയാണ് ഇന്നത്തെ ഒരു വെറൈറ്റി ടോപ്പിക്കാണ് അഡൽട്ടിങ്. അതായത് എങ്ങനെയാണ് ഒരു 23-year-old, എനിക്ക് 23 ആയിട്ടുള്ളൂ, പലരും 24 പറയുന്നുണ്ട്, 26, 25. പലരും പറയുന്നുണ്ടെങ്കിലും സ്റ്റിൽ ഐ ആം 23-year-old. അപ്പൊ എങ്ങനെയാണ് അപ്പൊ നമ്മള് ഈ 23 വയസ്സുള്ള 2 ചെറുപ്പക്കാർ എങ്ങനെയാണ് നമ്മുടെ കോളേജിൽ നിന്നൊക്കെ വെച്ചാൽ കുറച്ച് വലിയ പഠിപ്പ് മാത്രം ഫോക്കസ് ചെയ്യുന്ന കോളേജ്, ഹൗ അങ്ങനെ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ അഡൾട്ടിങ്ങിലേക്ക് പോയി. ഡയറക്റ്റ് നേരെ നമ്മൾ കയറി രണ്ടുപേരും കോർപ്പറേറ്റ് ജോബിലേക്കാണ്, ഈവൻ കോർപ്പറേറ്റിലേക്ക് ഞാൻ സ്റ്റാർട്ടപ്പിലേക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് കുറെ ഹഡിൽസ് ഉണ്ടായിരുന്നു. ലൈഫ് ലെസൺസ് നമുക്ക് കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടുന്ന ഒരു ടേക്ക് അവേ അല്ല. അപ്പോൾ ആ ഒരു സാധനത്തിന് ലൈക്ക് നമ്മളെങ്ങനെ ആ ഒരു ട്രാൻസിഷൻ ഫ്രം കോളേജ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ലൈക്ക് നമ്മൾ സെൽഫ് ഇൻഡിപെൻഡന്റ് ആവണം നമ്മൾ ജോലി കിട്ടി കയറുമ്പോൾ. അപ്പൊ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ അഡൽട്ടിങ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ഇത്രയും നാൾ കുട്ടിയായിരുന്നു വീട്ടുകാർക്ക് കുട്ടി എന്ന് വിചാരിച്ച ആള് പെട്ടെന്നൊരു ദിവസം ആ ഒരു സ്റ്റേജ് അങ്ങ് മാറി പണിക്ക് പോകുന്ന, വീട്ടുകാർക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്ന, വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സൂര്യനാരായണനാണ് ആവേണ്ടിയിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ശരിയാണ്. ആക്ച്വലി ലൈക്ക് നമ്മൾ അത്രയും കാലം ലൈക്ക് വെറുതെ പഠിക്കുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, പിന്നെ കളിക്കാൻ പോവാ. അതിൽ നിന്ന് നമ്മളൊരു കുടുംബം നോക്കുക, അല്ലെങ്കിൽ കുറെ ഉത്തരവാദിത്തങ്ങൾ വരിക എന്നുള്ളൊരു സേവിങ് സിനാരിയോസ് ആയിരിക്കും വരിക. അതായത് നമ്മള് ആ ഒരു ഫേസ് ഓഫ് ലൈഫ് കഴിഞ്ഞു എന്ന് പറയാണ്. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോ കോളേജിൽ ആയിരുന്ന സമയത്ത് നമുക്കത് അറിയില്ല. എല്ലാവരും പറയായിരുന്നു, അതായത് ഇത് കഴിഞ്ഞ ഇത് നല്ല സമയമാണ്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് വി തോട്ട് ദാറ്റ് നമുക്ക് ആ സമയമുണ്ട്, സമയത്ത് നമ്മളിങ്ങനെ തന്നെ ആയിരിക്കും. അക്കരപ്പച്ച അക്കരപ്പച്ച തന്നെ. അത് നമുക്കിപ്പോ ഇപ്പോഴാണെങ്കിൽ എന്തോരം നമുക്കിപ്പോ സാറ്റർഡേ സൺഡേ മാത്രമാണ് ഒന്ന് ചില്ല് ചെയ്യാൻ കിട്ടുന്നുള്ളൂ. നമ്മള് നമ്മുടെ കമ്പനി ഇങ്ങനെ ആയതുകൊണ്ട് വേറെ കമ്പനിയിൽ സാറ്റർഡേ വർക്ക് ചെയ്യുന്നവര് 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നവര് പിന്നെ ഓവർനൈറ്റ് വർക്ക് ചെയ്യുന്നവര് കഷ്ടപ്പാടാ കേട്ടോ. അപ്പൊ ടെക്നിക്കലി സ്പീക്കിംഗ് ഇപ്പൊ ലൈക്ക് നമ്മളത് എത്ര പറഞ്ഞാലും ആ ഒരു പ്രായത്തിൽ നമുക്കത് മനസ്സിലാവില്ല. നമ്മള് കോളേജിലിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് എത്ര പേര് എന്തൊക്കെ പറഞ്ഞാലും നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ ആ ഫേസ് കഴിയുമ്പോഴാണ് ആക്ച്വലി ഓക്കെ അതായിരുന്നു നല്ലത്. പക്ഷെ ഞാനിപ്പോ ഇടയ്ക്ക് ആലോചിക്കും, എൻ്റെ ഒരു മൈൻഡ് എൻ്റെ ഒരു ഇത് വെച്ച് എനിക്ക് കുറെ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ ഞാൻ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോഴും കോളേജ് കഴിഞ്ഞ് ഒരു സെം ബ്രേക്കിലാണ്. ഒരു ഫേസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കോളേജിൽ പോകും. അതായത് അങ്ങനെ ഒരു മൈൻഡിലിരിക്കണം. ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യണം. ഇപ്പം നമ്മളിൽ ഇപ്പോൾ ഒരാൾ എത്ര ഇപ്പോൾ ഒരു ഫ്രഷറിന് ഇപ്പോൾ നമ്മൾ കറന്റ് ഒരു 25-30 കിട്ടുകയാണെങ്കിൽ അതെങ്ങനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഞാനൊക്കെ ആദ്യം കിട്ടിയ മാസം തന്നെ ഞാൻ 10,000 രൂപയ്ക്ക് കൊച്ചിയിൽ ജീവിച്ചിട്ടുണ്ട്, 30,000 രൂപയ്ക്ക് ജീവിച്ചിട്ടുണ്ട്, 35,000-40,000 രൂപയ്ക്ക് ജീവിച്ചിട്ടുണ്ട്. എല്ലാ മാസം എൻ്റെ കയ്യിലുള്ള പൈസ എങ്ങനെയെങ്കിലുമൊക്കെ സ്പെൻഡ് ആയി പോകുന്നുണ്ട്. അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെ ഇത് സ്പ്ലിറ്റ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. ലൈക്ക് there should be a proper structure and a way to divide your money. അതുപോലെ തന്നെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത്. ഫണ്ടിന് ഇത്ര മാറ്റി വെക്കണം. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു 20,000 രൂപ കിട്ടണേ, നാളെ നമുക്ക് 40,000 രൂപ കിട്ടണ വെച്ച് കഴിഞ്ഞാലും 40,000 ചെലവാകും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അത് നമുക്കൊന്ന് പ്രോപ്പറായിട്ട് ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ സേവിങ്സ് കീപ്പ് ചെയ്യുക. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് അതായത് മറ്റേ സെറ്റപ്പ് ആവാൻ പാടില്ല. 100 ഇട്ടാ പെട്ടെന്ന് 1000 ആവണം എന്നുള്ള സെറ്റപ്പ് ഒന്നും ഒരിക്കലും നടക്കില്ല. നീ അത്ര വലിയ ഗംഭീര സെറ്റപ്പ് ആവണം. പഠിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലൈക് സ്റ്റോക്കിനെ പറ്റി നന്നായി അറിഞ്ഞ് അല്ലെങ്കിൽ ഇന്ന സെറ്റ് ഓഫ് സാധനങ്ങൾ പഠിച്ച് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇറ്റ് വുഡ് ബി. ഞാൻ ഈ കഴിഞ്ഞ മാസമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ആദ്യമായിട്ട് ഇട്ട ഇത് സിൽവറിന്റെ ഒരു ETF ആയിരുന്നു. ഞാൻ ഇട്ട ദിവസം തൊട്ട് ഇങ്ങനെ താഴോട്ട് പോവാൻ തുടങ്ങിയതാ. ഞാൻ എല്ലാ ആഴ്ച 1000 രൂപ വെച്ചിട്ട് ആ ആഴ്ച അത് എന്തായാലും 100 രൂപ കുറയും. ഇപ്പൊ കുറഞ്ഞ് ഇട്ടതിനേക്കാളും 10 ഇരട്ടി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ നോക്കുമ്പോ കോട്ടയം പുല്ല് മ്യൂച്വൽ ഫണ്ട് ഇത് എപ്പോഴും ഒരു ലോങ് ടേം സാധനമാണ്. ഇപ്പൊ എന്റെ ആക്ച്വലി എനിക്കൊരു 20K വരെ പ്രോഫിറ്റ് പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ മ്യൂച്വൽ ഫണ്ട്. ഇന്നിട്ട് നാളെ വലിക്കുന്ന സാധനമല്ല. സ്റ്റോക്ക് പിന്നെയും നമുക്ക് റാപ്പിഡ്ലി ചെയ്യാവുന്ന സാധനമാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ആണ് ആക്ച്വലി നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നത്. നമ്മളിപ്പോൾ അഡൽട്ടിംഗ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 2 സാധനങ്ങളൊന്നാണ് ഹൗ ടു സേവ്, അതുപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ്, റിലേഷൻഷിപ്സ് ആൻഡ് സ്റ്റഫ്. നമ്മൾക്ക് ഇപ്പോൾ കറന്റ് സേവിങ്, ഞാനിപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിൽ സേവിങ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. അതായത് നമുക്ക് എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് വേണം. പിന്നെ അതായത് അടിച്ചു പൊളിക്കാൻ പാടില്ലെന്നൊന്നും നമ്മൾ പറയുന്നത്. ആക്ച്വലി എപ്പോഴും നമ്മൾ ആ ലിവിന്റെ പ്രസന്റ് തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ നാളെ തട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എടുത്തു വെച്ച പൈസ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എപ്പോഴും ഒരു പോർഷൻ ഓഫ് എമൗണ്ട് ആണ് നമ്മൾ സേവിങ്സ് അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വെക്കുന്നത്. ബാക്കി നമ്മൾ ഇപ്പോഴത്തെ പ്രസന്റ് ലൈഫിൽ ജീവിക്കുക തന്നെ വേണം. അതാണ് അതിന്റെ ഒരു ഇത്. പിന്നെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള ഫണ്ട് അത് നിങ്ങൾക്ക് എത്ര കിട്ടിയാലും അത് സ്പ്ലിറ്റ് ചെയ്ത് അതനുസരിച്ച് ജീവിക്കാൻ പറ്റും. അതായത് എല്ലാത്തിനും ഇപ്പൊ നമുക്ക് കുറെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഇത് നമ്മുടെ സ്പെൻഡിങ് അവൻ തന്നെ പറഞ്ഞാൽ എങ്ങനെയൊക്കെ ചെലവാക്കണ്ടേ, അത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത് പറയാനുള്ളത് റിലേഷൻഷിപ്സ് ആൻഡ് സ്റ്റഫ്. ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറുകളിലൊന്നാണ്. അതായത് ഞാനിപ്പോ അത്യാവശ്യം കുറച്ചൊക്കെ ഡേറ്റിംഗ് പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. റിസർച്ച് പർപ്പസിന്റെ ഭാഗമായി ഇപ്പൊ നമ്മള് അഡൽട്ടിംഗ് ലൈഫിന്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടി റിസർച്ച് ഓറിയന്റഡ് ലൈഫാണ് നമ്മളപ്പോ അതിനുവേണ്ടി നോക്കിയപ്പോ വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ബാച്ചുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റിൽ എന്താണ് ഇവ പറയുന്നത് ഞാനൊരു നല്ല ചെറുപ്പക്കാരനാണെന്നാണ് പറയാറുള്ളത്. നമ്മളിപ്പോ മറ്റേ ഡേറ്റിംഗ് പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവിടെ നമ്മള് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് റെസ്പെക്ട്, അല്ലാണ്ട് അതായത് എന്താ പറയാ, അതായത് നമ്മള് കോളേജിലത്തെ മറ്റേ പൈങ്കിളി പ്രാണം പോലത്തെ സെറ്റപ്പ് അല്ല. നമ്മളൊരു 18-24-25 വയസ്സിലൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നീഡ് സംതിങ് മോർ. അതായത് അവർക്കൊരു പ്രോപ്പറായിട്ട് ഒരാൾ എപ്പോഴും വേണം. അല്ലാണ്ട് ജസ്റ്റ് മറ്റേ കോളേജിലെ പോലെ വാടാപ്പോടാ ബന്ധമൊന്നുമല്ല. കാഷ്വൽ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. ഇപ്പോഴത്തെ ഇപ്പൊ നമ്മള് മറ്റേ ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ അവർക്ക് കുറെ ക്രീപ്സിന് കിട്ടുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പൊ നമ്മള് സംസാരിക്കുമ്പോഴൊക്കെ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യങ്ങളിൽ 1-2 ചോദ്യം ക്രീപ്പാണോ എന്നുള്ളതാണ്. ചോദിക്കുന്നുണ്ടോ? അപ്പൊ സൂക്ഷിക്കണം.
അതായത് എന്റെ മറ്റേ പ്രൊഫൈൽ കാണുമ്പോൾ ഒന്ന് രണ്ടുപേര് ചെന്നൈക്കിട്ടാണോ പുറത്താണോന്ന്, അത് പ്രൊഫൈലിന്റെ ഗുണാണെന്ന് അറിയില്ല. ഏതോ ബോട്ടിലോ കാട്ടിലോ അത്രേ ഉള്ളൂ. അത് കണ്ടിട്ടാണ് റിച്ച് ലുക്ക് ഫോട്ടോയില് മാത്രമാണ് റിച്ച്നെസ്. നമ്മളിപ്പോ റിലേഷൻഷിപ്പിൽ നോക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി ഫൺ. നമുക്ക് കാഷ്വൽ ആയിട്ട് കുറെ പേര് നമുക്ക് സംസാരിക്കാനും എനിക്ക് കുറെ ഫ്രണ്ട്സിന് കിട്ടിയായിരുന്നു ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ. ശരിക്കും നിനക്കും കിട്ടായികയൊന്നും ഇല്ല, പിന്നെ വേണ്ടത് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഈ അന്തസ്സുള്ള ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ. ഞാൻ പറയുന്നില്ല, ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി ഷോ ആയതുകൊണ്ട് നമ്മൾ അധികം ഒന്നും പറയുന്നില്ല. അതിന്റെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ലൈക് പാർട്ട്ണറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ലൈക്ക് ഒരു കുട്ടിക്കളി അല്ലെങ്കിൽ ലൈക്ക് ഒരു ഇമ്മച്വർ ലവിൽ നിന്ന് ലൈക്ക് ഒരു മെച്വർ ലവ്, ഒരു റിലേഷൻഷിപ്പ്, ഒരു ഫാമിലി ഓറിയന്റഡ് അങ്ങനെയൊന്നല്ല. പക്ഷെ എന്നാലും ലൈക്ക് ഓക്കെ ദിസ് ഈസ് ഗോണ ബി എ ഫാമിലി എന്നുള്ള ആ ഒരു ഇതിൽ വേണം നമ്മൾ ചെയ്യാൻ. അതൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ്, അത്രേ ഉള്ളൂ. മൊത്തത്തിൽ നമ്മൾ ഒരു 24 ആഫ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറണം. നമുക്കിത് കോളേജിൽ പഠിപ്പിച്ചു തരാൻ ആരുമില്ല. അത് കോളേജിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും എങ്ങനെ റിലേഷൻഷിപ്സിനെ ഹാൻഡിൽ ചെയ്യണം. അത് ഞാൻ നമ്മുടെ കോളേജിൽ പറഞ്ഞായിരുന്നു നമുക്ക് ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ വെക്കുന്നത്. അച്ഛൻ സമ്മതിച്ചില്ല. അതായത് ഈ ഒരു ഇത്ര നാൾ കഴിഞ്ഞ് പുറത്തൊക്കെ ഇതിനെ കുറിച്ച് പിന്നെയും പറയും. നമ്മുടെ റോഷനൊക്കെ, ഞങ്ങളുടെ ഫ്രണ്ട് റോഷൻ, അവൻ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അവൻ്റെ ആദ്യത്തെ ഒരു മാസത്തെ സെഷൻസിൽ ഒരു ഇതെന്ന് വെച്ചാൽ ഹൗ ടു സെക്ഷൽ സേഫ്റ്റി കാര്യങ്ങൾ, ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, LGBT റൈറ്റ്സ് കാര്യങ്ങൾ, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി പഠിച്ചാൽ മതി, എളുപ്പാ. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ മറ്റേ ബഹുമാനപ്പെട്ട മറ്റേ വി.ഡി. സതീശൻ സാറ് പറയുന്നുണ്ടായി ലൈക്ക് ഓക്കെ നമ്മുടെ സിലബസ് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പൊ അതായത് മൈഗ്രേഷൻ, ഈ പിള്ളേരുടെ മൈഗ്രേഷൻ ഒരു കാലത്ത് ഭയങ്കര മൈഗ്രേഷൻ ആയിരുന്നു. പിന്നെ അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. പക്ഷെ ഇപ്പോ ലൈക്ക് ആ ഒരു ട്രെൻഡ് ഈസ് കമ്മിങ് ബാക്ക്. ഞാൻ എന്റെ ഒരു ഇത് വെച്ച് നമ്മൾ നോക്കിയപ്പോൾ ഒരുപാട് പേര് പോകുന്നില്ല എന്നുള്ള മൈൻഡിലേക്ക് വന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ ലൈക്ക് ഒരു 2-3-4 months ആയിട്ട് ആ ഒരു ട്രെൻഡ് ഈസ് കമ്മിങ് ബാക്ക്. അപ്പൊ ആ ഒരു സാധനം ആക്ച്വലി ലൈക്ക് അത് ആ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇനി പറഞ്ഞ പോലെ കേരളത്തിലെ വീടുകൾ അടച്ചിടാൻ തുടങ്ങും. ആൾക്കാർ വേണ്ടി എല്ലാവരും പുറത്തു വന്ന് ശരിക്കും പറഞ്ഞാൽ എക്കോണമിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഗൾഫ് പോലെ അല്ലല്ലോ. അതായത് ആളുകൾ പോയിരുന്നത് ആക്ച്വലി പണിയെടുക്കുന്നു, പൈസ എടുക്കുന്നു, നാട്ടിലേക്ക് അയക്കുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പണിയെടുക്കുന്നു, അവിടെ സെറ്റിൽ ആവുന്നു, അവിടെ തന്നെ നിൽക്കുന്നു. നാട്ടിൽ എല്ലാരും ആ ഒരു ഷിഫ്റ്റ് ഭയങ്കര ഇതായിരുന്നു. അത് ഞാൻ വിചാരിച്ച ഒരു കാലത്ത് തീർന്നു എന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനം ലൈക്ക് ഓക്കെ ദിസ് ഇസ് കമ്മിങ് ബാക്ക്. അപ്പൊ ആ ഒരു സാധനം ലൈക്ക് ഓക്കെ നമ്മുടെ മുഖ്യമന്ത്രി ആക്ച്വലി ആ സാധനത്തിന് അഡ്രസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് നമുക്കറിയില്ല എങ്ങനെയാണ് ഈ സംഭവം നടക്കാൻ പോകുന്നത്, എന്താ കാര്യങ്ങൾ ഒരു മനുഷ്യനാണ്. ഓരോ കാര്യങ്ങളും മറ്റേ KSRTC മറ്റേ സ്ത്രീകൾക്ക് ഇത് കൊടുത്തതെന്ന് വെച്ചാൽ അതിന്റെ പിന്നിൽ വലിയൊരു ഗെയിം പ്ലാൻ ഉണ്ടാവും ആളുടെ കയ്യിൽ എന്തായാലും. ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലുള്ള കൈൻഡ് ഓഫ് ഡിസിഷൻസ് ആക്ച്വലി ലൈക്ക് എടുക്കും. കാരണം ഞാനടക്കം ഈ റീസെന്റ് പറഞ്ഞിരുന്നത് വെരി റീസെന്റ് അല്ല, എന്നാലും കുറച്ച് കാലം മുന്നേ വരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊളിറ്റിക്സിനെ പറ്റി അറിയേണ്ട ആവശ്യമില്ല, എന്തിനാണ് പൊളിറ്റിക്സ്, എന്താ സംഭവം നോക്കി. പക്ഷെ നമ്മൾ ആ പെർസ്പെക്റ്റീവ് മാറി ചിന്തിച്ചു തുടങ്ങി. ലൈക്ക് ഓക്കെ വി ഹാവ് ടു സർവൈവ്, നമ്മൾ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, അപ്പൊ നമുക്കും നീഡ്സ് ഉണ്ട്. നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആളുകൾ അതിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ നാടിനെ എങ്ങനെ അതെ. അപ്പൊ അതാണ് പറഞ്ഞത്. ഇപ്പോ ലൈക്ക് ആ ജെൻസി ഓഡിയൻസിനെ കൂടെ ആക്ച്വലി ലൈക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു ലൈക്ക് ഒരു ഗവൺമെന്റ് ആണ് നമുക്കെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ഷിഫ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് ആ എന്താ റിട്ടൈനിങ് യൂത്ത് ടു ബി ഇൻ കേരള എന്നുള്ള കുറെ സാധനങ്ങൾ കാണും. അപ്പൊ അത് ആക്ച്വലി നല്ല ഒരു ഡിസിഷൻ ആണ്. ലൈക്ക് അതായത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിനെ കൂടെ കൺസിഡർ ചെയ്യുന്നത് ആക്ച്വലി നല്ലൊരു സംഭവമാണ്. നമുക്കിപ്പോ ഈ കാര്യത്തിൽ എന്താ പറയാ രാഷ്ട്രീയത്തിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു 24 വയസ്സ് 23 വയസ്സ് കോളേജിൽ നിന്നും കാര്യങ്ങളൊന്നും ഇതിനെ കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. ഞാനിവിടെ ഒരിക്കലും സംസാരിക്കുന്ന ടോപ്പിക്കുകളിൽ ഇത് ഒന്നാണിത്. രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ മറ്റേ എന്താ പറയാ ഡേറ്റിംഗ് ലൈഫിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഭയങ്കര പ്രണയത്തിനെ കുറിച്ച് ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റോക്കിൽ നീ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടോ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അഡൾട്ട് ലൈഫിലേക്ക് കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് SIP-ൽ എങ്ങനെ റിട്ടേൺസ് കിട്ടും, എങ്ങനെയാണ് നമ്മുടെ പൈസ മാനേജ് ചെയ്യേണ്ടത്. അതിപ്പോൾ ആരുടെ അടുത്ത് വേണമെങ്കിലും ചോദിക്കാം. ഞാനിപ്പോൾ ചോദിച്ച് മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആൾക്കാരുടെ എങ്ങനെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവരുടെ പ്ലാൻ എങ്ങനെയാണ്. കാരണം പെട്ടെന്നൊരു ദിവസം നമുക്ക് ഇതാരും പറഞ്ഞുതരാൻ വേറെ ആരും ഇല്ല. എനിക്ക് എൻ്റെ വീട്ടിൽ പിന്നെ വീട്ടുകാർ പറഞ്ഞു തരും ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യും മറ്റേ അതായത് ചിലപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഭയങ്കര മണ്ടൻ, അതായത് സ്റ്റോക്കിലുണ്ടല്ലോ സ്റ്റോക്കിലിട്ട് പൈസ ഇരട്ടിയോ എന്നുള്ള വിശ്വാസത്തിലായിരുന്നു. ഭയങ്കര നല്ല സാധനം. കുറച്ചു കാലം മുന്നേ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അതായത് ഈ ആരാ പുള്ളിക്കാരൻ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഒരു പുള്ളിക്കാരൻ പറയുന്നത് അതായത് നമ്മളെ കോളേജിൽ പഠിപ്പിക്കുന്നതെല്ലാം
ലൈക്ക് ഒരു നോളജബിൾ സാധനം, അതായത് ലൈഫിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനങ്ങളല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. പഠിക്കേണ്ട കുറച്ച് സാധനങ്ങളാണ്. നമുക്ക് പഠിക്കേണ്ട സാധനങ്ങൾ എന്നല്ല, അതായത് നമ്മൾ കുറെ ചരിത്രം പഠിക്കുന്നു, കുറെ കാര്യങ്ങൾ പഠിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് അതൊക്കെ നമുക്ക് ഒരു ഫിംഗർ ടിപ്പിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ലൈഫിൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്നൊരു സന്ദർഭത്തിൽ പെരുമാറുന്നത്, ആ സാധനങ്ങൾ ആക്ച്വലി അതാണ് നമ്മൾ ലൈഫ് എന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി അത് ചില സാധനങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ചില പോയാലും അതുപോലെ തന്നെ കുറച്ച് വള്ളികൾ പിടിച്ചാലാണ് കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. പക്ഷെ എന്നാലും അതിനൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സാധനം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റിക്വയർഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ആ ഒരു സംഭവമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ലൈക്ക് ഓക്കെ ടു ബി സെറ്റ് ബൈ സമ്മൺ, അല്ലെങ്കിൽ ഒരു ഗൈഡ് ആവശ്യമുള്ളൂ. അതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റണം എന്നല്ല, പക്ഷേ ലൈക്ക് ഓക്കെ ആ ഒരു സാധനം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ലൈക്ക് ആ ഒരു ഷിഫ്റ്റ് ഓഫ് സിലബസ് അല്ലെങ്കിൽ ആ ഒരു സാധനം അത്രേ ഉള്ളൂ. അതിപ്പോൾ വന്നുകൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നിയമം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എനിക്കൊന്ന് പണ്ട് എൻ്റെ അപ്പനൊക്കെ പഠിച്ച സമയത്ത് പറയാറുണ്ട്, അവർക്ക് നിയമം പഠിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സും നിയമങ്ങളും കാര്യങ്ങളും. ശരിക്കും പറഞ്ഞത് ഭയങ്കര നല്ല കാര്യം. നമ്മൾ ബിടെക്കിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ റൂൾസും കാര്യങ്ങളും നമുക്ക് അറിയണം. അതായത് ഇപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് നമ്മുടെ തലമ്പായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു നാട്ടുകാരൻ വന്ന് നമ്മുടെ തലമ്പായിട്ട് സംസാരിക്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ കോടതിയിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ തല്ലി തീർക്കാന്നുള്ളത് ഭയങ്കര മോശം പരിപാടിയാണ്. അഡൽട്ട് ലൈഫിൽ ഏറ്റവും വലിയ കാര്യം അതായത് റിസ്ക് അനലൈസ് ചെയ്യാൻ പഠിക്കണം. അതായത് കോളേജിലാകുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളൊന്ന് ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പോയി അടിക്കുക പിടിക്കുക അങ്ങനത്തെ ഒരു സെറ്റപ്പ്. പക്ഷെ അഡൽട്ട് ലൈഫിലേക്ക് വരുമ്പോഴാണ് ഒരു അടി കൊണ്ട് മോന്തയ്ക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ 2 ദിവസം ഓഫീസിൽ പോകാൻ പറ്റില്ല, പൈസ പോകും, ഹോസ്പിറ്റലിൽ കിടക്കണം. ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് എന്ത് ചെയ്യും, നമ്മൾ പതുക്കെ വലിയും, അവനെതിരെ വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും നമ്മൾ ആക്ഷൻ എടുക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് മനസ്സിലായി മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ ലോയർ ബ്രോ എന്നൊരു പുള്ളി, ഓ നവനീത്, ആ പുള്ളി അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ ലൈക്ക് ജെൻസി ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലും ഈസി സിംപ്ലിഫൈ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ എക്സാമ്പിൾ വെച്ച് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വെച്ച് പറയും. അപ്പൊ നമുക്കത് ഈസി ടു ക്യാച്ച് റൈറ്റിംഗ് ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേ കാർ മോഡിഫിക്കേഷൻ സാധനം പുള്ളി ഒരു വീഡിയോ ചെയ്തായിരുന്നു. പിന്നെ മറ്റേ സാധനം അതായത് പോലീസുകാർക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെ കൈ കാണിച്ച് നിർത്തും, ഇങ്ങനെ അപ്പൊ അതായത് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ ഐ മീൻ ബോധവൽക്കരണം കഴിഞ്ഞ സാധനങ്ങളിലും അതും ഫണ്ണായിട്ട് രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. ഇപ്പൊ വെറുതെ ഒരാൾ വന്നിട്ട് നമ്മളിങ്ങനെ ചരിത്രപരമായിട്ട് കുറച്ച് ആൾ പറഞ്ഞാൽ ആരും ഇത് ഭയങ്കര, ഞാനൊക്കെയാണെങ്കിൽ ഇപ്പൊ വളരെ അറ്റൻഷൻ സ്പെൻഡ് കുറവുള്ള ആളാണ്. മറ്റേ 2x ഞെക്കി പിടിച്ച് കണ്ടു തീർക്കാൻ പറ്റില്ല. പിടിച്ചാണ് പാട്ടാണെങ്കിൽ ഞെക്കി പിടിച്ചേ കേൾക്കുള്ളൂ. പക്ഷെ നമുക്ക് അതിനുള്ള ലൈക്ക് ഭയങ്കര അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. അത് വേറെ ഒരു നിർവാഹമില്ല ചെയ്യാൻ വേണ്ടി. അല്ല അത് പക്ഷേ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറയുന്നത് അതായത് യു ഷുഡ് എൻജോയ് യുവർ ബോർഡം. ബോർഡ് ആയാലാണ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ വളരും എന്നുള്ളൊരു ടോക്ക് വരുന്നത്. അതെ, ഞാൻ പരമാവധി ഇൻസ്റ്റാഗ്രാം സാധനങ്ങളൊക്കെ തുടങ്ങി. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പ്രൊഡക്റ്റീവ് ആവും. ഞാൻ ക്ലൗഡിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ലൈക്ക് പോർട്ട്ഫോളിയോ റീബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ ലൈക്ക് അതായത് ഞാൻ കുറേ കാലമായിട്ട് തൊടാതെ വെച്ചിരുന്ന ഒരു സംഭവമാണ് ഡെവലപ്മെന്റ്. ലൈക്ക് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പൊ ഞാൻ ക്ലൗഡ് വെച്ച് ഡെവലപ്പ് ചെയ്യാൻ അതിലൊരു പരിധി ഉണ്ടല്ലോ. പക്ഷെ ഞാൻ വൺസ് ആ സാധനം ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ക്രേസ് ആയി. ഞാനൊരു സാധനം ക്ലോഡിന് അതേപോലെ അവർ കൊടുത്തു ചെയ്തു. ഞാൻ വിചാരിച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ നല്ല പരിധി ഉണ്ടെന്നാണ്. പക്ഷെ ഇത് പരിധി ഇല്ല. ഞാൻ നമ്മളെ എക്സ്പെക്ടേഷൻസിനെ ഓവർകം ചെയ്തു. അപ്പൊ ആ ഒരു സമയത്ത് ലൈക്ക് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ ലൈക്ക് 4 ദിവസം 5 ദിവസമൊക്കെ നിർത്താണ്ടി സാധനത്തിന് മേലെ കേട്ടെന്ന് കഷ്ടപ്പെടുന്നു. അത് ഭയങ്കര രസമാണ് ആക്ച്വലി. ലൈക്ക് ആ ഒരു ഔട്ട്കം വരുന്ന കാണുമ്പോൾ ലൈക്ക് ഓക്കെ നമുക്ക് ഇനി ചെയ്യാൻ പറ്റും ആ ഒരു ലെവൽ ഓഫ് സാധനം നമുക്ക് കിട്ടും. അത് നൈസാണ്. പിന്നെ ടോപ്പിക്കിലേക്ക് വരാണെങ്കിൽ അഡൽട്ട് ലൈഫ് ഇത്രയ്ക്കൊക്കെയാണ്. നമ്മൾ ഒരു എന്താ പറയുക, കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹൗ ടു സ്പെൻഡ് യുവർ മണി, ഹൗ ടു ലിവ് യുവർ ലൈഫ്, വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് ബോധം വേണം. പിന്നെ അതുപോലെ തന്നെ ഡേറ്റിംഗ്, റിലേഷൻഷിപ്സ്, ഓൾ ദോസ് സ്റ്റഫിനെ കുറിച്ച് വിവരം വേണം. ഇത്ര കാര്യങ്ങളെ കുറിച്ച് എന്തായാലും നമ്മളിപ്പോ ഒരു ബ്രീഫ് ആയിട്ട് എല്ലാത്തിനും കവർ ചെയ്തു. പൊളിറ്റിക്സ് ടച്ച് ചെയ്തു, റിലേഷൻഷിപ്പ് ടച്ച് ചെയ്തു, ഡേറ്റിംഗ് ടച്ച് ചെയ്തു, പിന്നെ മണി മാനേജ്മെന്റ് ടച്ച് ചെയ്തു, ലോ ടച്ച് ചെയ്തു, കുറെ സ്ഥലം ടച്ച് ചെയ്തില്ലേ. നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചായിരുന്നില്ല. നമ്മള് ഇതിൽ ഏതെങ്കിലും എണ്ണത്തിനെ കുറിച്ച് ഡീപ്പായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ ബീയിങ് ഹിയർ. യെസ്, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ. ഈ സാധനം തന്റെ പഴയ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഈ സാധനം നീ ഇത് എവിടെ പാടിയിട്ട് അത് ഞാൻ BTS ഇട്ട് വിട്ടിട്ടുണ്ട് ചേട്ടല്ലേ. ഓക്കെ, ഞാൻ തന്നെ കൂടുതൽ എന്തായി പോയി. ഓക്കെ, 30 സെക്കൻഡ് കേട്ടാ, കുഴപ്പമില്ല. ഇത് കുറച്ച് സീരിയസ് ആയി പോയി. ഫണ്ണില്ല, ഫണ്ണ് തുടക്കത്തിൽ മാത്രം, പക്ഷെ കുഴപ്പമില്ല എല്ലാരും കുറച്ച്. അതെ, ഇത് കുറച്ച് മറ്റേ നല്ല ടോപ്പിക് ആയിരുന്നു, അതുകൊണ്ട് നല്ല രീതിയിൽ പോയി.